ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തൊടുപുഴയിൽ 1800 വർഷം പഴക്കമുള്ള അണ്ണാമലനാഥ ക്ഷേത്രത്തിനെ കുറിച്ചാണ്. തമിഴ്നാടൻ ശിലാരൂപത്തിനോട് സാദൃശ്യമുള്ള ഈ ക്ഷേത്രം ചോളന്മാരുടെ നിർമ്മിതി എന്നും കേൾക്കുന്നു. ഇവിടെ ശിവഭഗവാൻ ശാന്തസ്വരൂപനായിരിക്കുന്നു, ഗൃഹസ്ഥനായിരിക്കുന്നു എന്ന് പറയാം. ശ്രീ ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയും പാർവതി ദേവിയും ശിവഭഗവാനും ഒറ്റ പീഠത്തിൽ ഇരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് കേട്ടോ. ശിവസ്വരൂപം പ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെ ചുറ്റും വലം വയ്ക്കാൻ സാധിക്കും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. തെക്കോട്ടുള്ള ദർശനം കൊണ്ട് തന്നെ കൈലാസത്തിന് സമാനമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെയുള്ള കുളം ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ദക്ഷിണാമൂർത്തി എന്ന് തന്നെ പറയാം. ഇവിടെ രാവിലെ 8 മണിക്ക് ധാരയുണ്ട്. തേന്, കരിക്കിൻ വെള്ളം, പാല് ഇവയാണ് പ്രധാനം. മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ച തന്നെയാണിത്. രോഗശമനത്തിനും അപ്പിഷ്ട കാര്യസിദ്ധിക്കും ധാര പ്രധാനമായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരാകർഷണമാണ് വെച്ചൂർ പശുക്കളുടെ ഗോശാല. അതെനിക്ക് വളരെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം കുഞ്ഞു കുഞ്ഞു പശുക്കളൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന കുളമാണ് ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്ന കുളം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുമ്പോൾ എന്താ കൊത്തുപണികളും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നും. പിന്നെ ഇതാണ് നവപത്ര കൂവളം എന്ന് പറയപ്പെടുന്ന ഒരു വൃക്ഷമാണിത്. നവഗ്രഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വൃക്ഷമാണ്. അല്ലെങ്കിൽ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്, അതൊന്ന് കാണണേ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും എല്ലാവരും ഒന്ന് പോയി കാണേണ്ട ക്ഷേത്രമാണ്. ഇതിനെക്കുറിച്ച് ആർക്കൊക്കെ അറിയാമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ വളരെ യാദൃശ്ചികമായി ഇതിനെക്കുറിച്ച് അറിയും. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി പോകണമെന്ന്. ഞാൻ അങ്ങനെ പോയി. ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അല്ലെങ്കിൽ മനസ്സിന് നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.